ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഉമ്മർ, ടോസ്കാന മാർബിൾസ് മലപ്പുറം. നമ്മൾ സാധാരണ മാർബിളിന്റെ ഫ്ലോറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു ഓയിൽ കോട്ടിംഗ് ഉണ്ട്, അതായത് ഫൈനൽ കോട്ടിംഗ്. അതായത് കല്ലുകൊണ്ട് അടിച്ചിട്ടുള്ള പോളിഷ് ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെയ്യണ ഓയിൽ കോട്ടിങ്ങിന്റെ കുറച്ച് മെറ്റീരിയൽസിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പിന്നെ ഈ മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ മൂന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കണതാണ്. ഇത് ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ്, ലിക്വിഡ് വാക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇത് ടെനെക്സ് എന്ന് പറയും, ഇതും ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ യോയോ ഗ്ലോ, ഇത് നമ്മൾ ഇന്ത്യൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ ലിക്വിഡ് വാക്സ് ആണ്. അപ്പോൾ ഈ ലിക്വിഡ് വാക്സ് നമ്മൾ ഇന്ത്യയിൽ കിട്ടി തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇത് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് ലിക്വിഡ് വാക്സ് ആണ് നമ്മൾ ഈ സൈറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് അതിലൂടെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ തേക്കിനിക്കോട് സുരേഷ് ഏട്ടൻ്റെ വീട്ടിലാട്ടോ. ഇവിടെ നമ്മൾ അരുണാവൈറ്റ് മാർബിളായിരുന്നു ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്സ്റ്റെയറും ഗ്രൗണ്ട് ഫ്ലോറും ഒന്നിച്ച് ഒരേ ലോട്ടിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കല്ലടിച്ചിട്ട്, അതായത് വിരിച്ച് ഫിറ്റിങ് കഴിഞ്ഞ് കല്ലൊക്കെ അടിച്ച് ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഓയിൽ പോളിഷിങ് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ വീടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓയിൽ കോട്ടിങ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യാൻ നിന്നിട്ടില്ല. ഒന്നാമത് നമ്മൾ ക്ലൈൻറ്റിന് തീരെ ടൈമില്ല, അവർക്ക് പോകാനായിട്ടുണ്ട്, ലീവ് കഴിഞ്ഞ് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ വർക്ക് തീർത്തരിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് കാത്തിക്കാതെ തന്നെ നമ്മൾ ഓയിൽ പോളിഷ് ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻറ്റിങ് ഇപ്പം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഫുള്ള് കഴുകി ഫിനിഷാക്കി ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഓയിൽ തേക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ ലിക്വിഡ് വാക്സ് എന്ന് പറഞ്ഞ ഓയിലാണ് ഇവിടെ തേച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് മോട്ടർ കയറ്റേണ്ടത് കേട്ടോ. അതായത് സാധാരണ ടിനാക്സ് ഒക്കെ ചെയ്യുന്ന വെച്ചാൽ കുറച്ചും കൂടി ടൈം കിട്ടും, അതായത് ഇത്ര പെട്ടെന്ന് സെറ്റ് ആവില്ല. ഇത് ലിക്വിഡ് വാക്സ് അതുപോലെ തന്നെ ഈ യോയോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കുറച്ച് സെറ്റിങ് കൂടുതലാണ്, അതായത് പെട്ടെന്ന് സെറ്റ് ആവും. ലിക്വിഡ് വാക്സ് ചെയ്യുമ്പോൾ നമ്മൾ റൂമൊക്കെ ചെയ്യുകയാണെങ്കിൽ റൂമിൻ്റെ തേച്ച് അപ്ലൈ ചെയ്ത് ഒരു പകുതി ആകുമ്പോൾ തന്നെ മോട്ടർ അടിക്കൽ തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബഫ് ചെയ്തെടുക്കുക. ബഫിങ്ങിന് മോട്ടറിന് അടിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ അടിയിലിടുന്ന ചകിരിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ ആ ചകിരി വെച്ചിട്ട് ഒന്ന് ബഫ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഒന്ന് നല്ലോണം ഉണങ്ങി സെറ്റ് ആയതിന് ശേഷം നന്നായിട്ടൊന്ന് മോട്ടർ അടിച്ച് ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ് ഗ്ലേസിങ് കിട്ടും. നേരത്തെ ഇതിൽ കാണുന്നുണ്ടല്ലോ, നല്ല ഗ്ലേസിങ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഉണങ്ങിയിട്ട് അടിക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഫിനിഷിങ് ആവും കേട്ടോ. ഇതുപോലെ ഒരുപാട് മെറ്റീരിയലിന് അവൈലബിൾ ആട്ടോ. ഞാനിന്ന് ഇപ്പോൾ ഇതിൻ്റെ മാത്രം കാണിച്ചെന്ന് മാത്രം. ഒരുപാട് മെറ്റീരിയലിന് നമ്മളെ വിപണിയിലുണ്ട്. നമ്മൾ ഇന്ത്യൻ്റെ ഉണ്ട്, ഇറ്റാലിയൻ്റെ ഉണ്ട്. കൂടുതലും ഇറ്റാലിയൻ്റെ സാധനങ്ങളാണ് ഇതിനൊക്കെ കൂടുതലും വരുന്നത്. ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു മെറ്റീരിയൽ ലിക്വിഡ് വാക്സ് എന്ന് പറയുന്ന ഈ മെറ്റീരിയലിൽ കാണിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ